ഹലോ. അപ്പോൾ നമ്മളിന്ന് എൻജിനീയറിംഗ് ഗ്രാഫിക്സ് തുടങ്ങുവാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ഗ്രാഫിക്സ്. സോ ഈ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം മെൻഷൻ ചെയ്ത് പറയാം. സോ എന്തൊക്കെ ടോപ്പിക്സാണ് നമുക്ക് വരുന്നത്, അതുപോലെ മൊഡ്യൂൾസ് എന്താണ്, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമുക്ക് ആദ്യം അതിലോട്ട് നോക്കാം. സോ ആദ്യം നമുക്ക് നമ്മളെ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിലബസ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ സോളിഡ്സിലോട്ട് പോകും. സോളിഡ്സ് അത് കഴിഞ്ഞാൽ നമ്മൾ സെക്ഷൻ, അവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഡെവലപ്മെന്റ്, ഏറ്റവും അവസാനം ഐസോമെട്രി. സോ ഇതാണ് നമ്മൾ 2024 സ്കീം അനുസരിച്ച് പഠിക്കാനുള്ളത്. അതേസമയം പഴയ സ്കീമുകാർക്ക് 2019 സ്കീമുകാർക്ക് ഇനിയും ഒരു ടോപ്പിക്കോട് പഠിക്കാനുണ്ട്, പെർസ്പെക്റ്റീവ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ലൈൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 1 എന്ന് പറയാം. സോളിഡ്സ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ 2. സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് രണ്ട് ടോപ്പിക്കും കൂടെ ചേരുന്നതാണ് നമ്മുടെ മൊഡ്യൂൾ 3. ആൻഡ് ഐസോമെട്രി ആയിരുന്നു നമ്മുടെ മൊഡ്യൂൾ 4. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മൊഡ്യൂൾ 4 വരെ മാത്രമേ ഉള്ളൂ. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പഴയ സിലബസിൻ്റെ മൊഡ്യൂൾ 5 ആയിരുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ അവർക്ക് ഓർത്തോഗ്രഫിക് വ്യൂ എന്ന് പറയുന്നൊരു ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. സോ ഇപ്പോൾ 2024 സ്കീമിന് അതില്ല, മൊഡ്യൂൾ 5 മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സിലബസിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. സോ ഈ ഒരു സിലബസ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. എന്താ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് പോയിന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പോയിന്റ്സിൽ നിന്ന് നമ്മൾ ലൈൻസ് പഠിക്കണം. ലൈൻസിൽ നിന്ന് പ്ലെയിൻസിലോട്ട് പോകണം. അവിടെ നിന്നാണ് നമ്മൾ സോളിഡ്സിലോട്ട് വരുന്നത്. കാരണം പോയിന്റ് എന്ന് വെച്ചാൽ എന്തുവാണ്, പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ കാണിക്കുന്നത്, ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കാണിക്കും. സോ അതിൻ്റെ അകത്ത് ലെങ്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഇല്ലാത്തതിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇത് നമുക്ക് ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം 0 ഡയമെൻഷൻ. അതുപോലെ ലൈൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത് മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ട് നമുക്ക് പറയാം അത് 1 ഡയമെൻഷൻ ആണെന്ന് പറയാം. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പീസ് ഓഫ് പേപ്പർ ആയിട്ട് എടുക്കാം. ആ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ലെങ്ത്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവും. സോ പ്ലെയിൻസ് എന്ന് വെച്ചാൽ 2 ഡയമെൻഷൻ ആണ് വരുന്നത്. അവിടെ നിന്ന് ഏറ്റവും അവസാനം സോളിഡ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അവിടെ ഉണ്ട്. സോ ദാറ്റ് അതെന്ന് പറയുന്നത് 3 ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ തുടങ്ങാനായിട്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പോയിന്റ്സ്, ലൈൻസ്, പ്ലെയിൻസ്, സോളിഡ്സ് ഈ രീതിയിലാണ് പഠിക്കാനെന്ന് പറഞ്ഞു. സോ ഇതെല്ലാം പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ +2 വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആക്സിസ് സിസ്റ്റംസ് ഉണ്ട്. എന്തായിരുന്നു? XYZ ആക്സിസ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ വരയ്ക്കുന്നത് എന്താ, ഹൊറിസോണ്ടലി വരയ്ക്കുന്ന ആക്സിസ് ആണ് നമ്മുടെ X ആക്സിസ്. ഇനി നമ്മൾ വേർട്ടിക്കലി വരയ്ക്കാറുണ്ട്. അതുപോലെ ഒരു 3 ആക്സിസ് സിസ്റ്റം ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ Y എന്ന് പറയുന്നത് ഇതാണെന്നും Z ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇങ്ങനെയല്ല നമുക്ക് വരുന്നത്. യൂണിവേഴ്സൽ സിസ്റ്റം അനുസരിച്ച് X കഴിഞ്ഞാൽ Y ഇതാണ് വരുന്നത്. Z എന്ന് പറയുന്നത് ഹൈറ്റിന്റെ കോർഡിനേറ്റ് ആണ്, ഏറ്റവും ലാസ്റ്റ് കോർഡിനേറ്റ് ആണ്. അതെന്ന് പറയുന്നത് ഹൈറ്റിന്റെ കോർഡിനേറ്റ് ആണ്. സോ ഇതാണ് X, Y ആൻഡ് Z കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം അറിയണം. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം. സോ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഏതാ, XYZ സിസ്റ്റം നമുക്കിപ്പോൾ നിലവിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് എടുക്കാം. സോ ഇത് നമുക്ക് റബ്ബ് ചെയ്തിട്ട് നമുക്ക് XYZ സിസ്റ്റം മാറ്റി ഹൊറിസോണ്ടൽ പ്ലെയിൻ വേർട്ടിക്കൽ പ്ലെയിനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം ഉണ്ട്. അതിനായിട്ട് ഞാനൊരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു.
ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. സോ എൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരച്ചതിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് എഴുതുവാണ്. അതുപോലെ വേർട്ടിക്കലി വരച്ചതിനെ വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് ഞാൻ എഴുതുവാണ്. സോ ആദ്യം നമുക്ക് എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, എന്താണ് വേർട്ടിക്കൽ പ്ലെയിൻ സിസ്റ്റം എന്ന് അറിയണം. സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ അറിയാനായിട്ട് ഏറ്റവും സിമ്പിളി നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ നമ്മുടെ റൂമിനെ കൺസെപ്റ്റ് ചെയ്യാം. ഒരു റൂം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടാവും? ഒരു പ്ലെയിൻ റൂം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ റൂം ബിൽഡ് ആവാനായിട്ട് അതിൽ ഫ്ലോർ ഉണ്ടാവും അല്ലേ? ഒരു ഫ്ലോർ ഉണ്ടാവും, ഒരു റൂഫ് ഉണ്ടാവും, 4 ചുറ്റിനും വാൾസ് ഉണ്ടാവും. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി കാണുന്ന ഒരു മെമ്പറാണ്. അതുപോലെ റൂഫ് എന്ന് പറയുന്നത്, സോ ഫ്ലോറും റൂഫും എന്ന് പറയുന്നത് രണ്ടും ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. ചുറ്റുമുള്ള മതിലുകൾ എന്ന് പറയുന്നത് വേർട്ടിക്കൽ മെമ്പേഴ്സാണ്. സോ അത്രയേ ഉള്ളൂ, ഏറ്റവും സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിനെ ഒരു 2 നിലയുള്ള ഒരു വീടായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു 2 നിലയുള്ള ഒരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ, ഏറ്റവും താഴത്തെ നിലയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് കാണാൻ പറ്റും. ആ റൂഫ് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് മെമ്പർ ആയിരിക്കും. സോ ഞാൻ അതിനെ സ്ലാബ് എന്ന് എഴുതുവാണ്. സോ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഒരു റൂഫാണ്. എന്നാൽ ഈ റൂഫിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. കാരണം എന്താ? സ്റ്റെയർസ് ഉണ്ട്. സ്റ്റെയർസ് വഴി നമ്മൾ മുകളിലോട്ട് നടന്ന് കയറുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ആ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്ലാബിനെ തന്നെ നമ്മൾ എന്ത് പറയും? ഫ്ലോർ എന്നാണ് പറയുന്നത്. വെച്ചാൽ ഒരു സ്ലാബാണ് ആ മെമ്പർ. ആ സ്ലാബിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പം റൂഫ് എന്ന് പറഞ്ഞു. ഇനി സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇതേ സ്ലാബിനെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഫ്ലോർ ആണെന്ന് പറഞ്ഞു. സോ ഈ 2 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ കാണുന്ന സ്ലാബിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ ഉണ്ട്, ഈ സ്ലാബിൻ്റെ താഴെ ഒരു ഫ്ലോർ ഉണ്ട്. അങ്ങനെയല്ലേ പറയാം? ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്ലോറിൻ്റെ മുകളിലൊരു നിലയുണ്ട്, താഴെ ഒരു നിലയുണ്ട്. അതാണ് നമ്മൾ ഡിഫറൻസിയേഷൻ. സോ നമുക്ക് പറയാം ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മുകളിൽ ഉള്ളതിന് നമുക്ക് എന്തെന്ന് പറയാം? എബവ് HP എന്ന് പറയാം. അതുപോലെ ഇവിടെ നമുക്ക് എബവ് HP എന്ന് പറയാം. താഴെ ഉള്ളത് നമുക്ക് ബിലോ HP, ബിലോ HP എന്ന് പറയാം. അതുപോലെ നമുക്കൊരു വാൾ എടുക്കുവാണെങ്കിൽ, ഒരു മതിൽ, ഒരു വാളിന് നമ്മൾ എടുക്കുവാണെങ്കിൽ ആ വാളിന് മുകളിലും താഴെ നമ്മൾ പറയില്ല. എന്ത് പറയും? ഈ വാളിന് അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം, അല്ലെങ്കിൽ എന്ത് പറയാം? ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ എന്ന് പറയും. സോ അതുപോലെ ഈ വേർട്ടിക്കൽ പ്ലെയിന് വിത്ത് റെസ്പെക്ട് റൈറ്റ് സൈഡ് ഉള്ള നമുക്ക് ഇൻ ഫ്രണ്ട് എന്ന് പറയാം. ഇൻ ഫ്രണ്ട്, ഇൻ ഫ്രണ്ട് VP, ഇൻ ഫ്രണ്ട് VP. ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബിഹൈൻഡ് എന്ന് പറയാം. ബിഹൈൻഡ് VP, ബിഹൈൻഡ് VP. സോ ഇതുപോലത്തെ ഒരു 4 ക്വാഡ്രന്റ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10th നമ്മൾ ട്രിഗ്നോമെട്രി ആദ്യമായിട്ട് പഠിച്ചു. ആ ട്രിഗ്നോമെട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ 4 ക്വാഡ്രന്റ് സിസ്റ്റം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു ഓൾ സൈൻ പോസിറ്റീവ്, ഓൾ കോസ് പോസിറ്റീവ്, ഓൾ ടാൻ പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ആ സിസ്റ്റത്തിന് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുവാണ്. സോ നമ്മൾ അവിടെ പഠിച്ചത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇതാണ് തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ലാസ്റ്റ് ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ഈ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഈ 4 ക്വാഡ്രന്റിന്റെ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാനുള്ളത് ലൈൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ 1-ൽ മാത്രമാണ്. ആ ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ളതെല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക്. സോളിഡ്സ്, സെക്ഷൻ, ഡെവലപ്മെന്റ്, ഐസോമെട്രി, ഈ 4 ടോപ്പിക്കിലോട്ടും വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ശ്രദ്ധിച്ചോളുക. ഇൻ ഫ്രണ്ട് ആൻഡ് എബവ്, അതിനി ഒരിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻ ഫ്രണ്ട് ഇനി ഉള്ളത് ഒരൊറ്റ പോയിന്റ് ഏതാ? ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇവിടെ നമുക്ക് എന്താണ്? ഇൻ ഫ്രണ്ടിന്റെ കോമ്പിനേഷനിൽ കിടക്കുന്ന ബിലോ ആണ്. ഓക്കെ അല്ലേ? അതുപോലെ എബോ ഉള്ള ഒരു സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്നുണ്ട്, പക്ഷെ അതിന്റെ കോമ്പിനേഷൻ ബിഹൈൻഡ് ആണ് വരുന്നത്. ഓക്കെ, അല്ലാണ്ട് ഇത് നമുക്ക് ഒരു ക്വാഡ്രന്റിലുള്ള കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് വേറെ ഒരിടത്തും വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 4 ക്വാഡ്രന്റിൽ
നമുക്ക് ഓരോ ക്വാഡ്രന്റിലും ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യേണ്ടത്? സോ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനിലൂടെ അത് നോക്കാം. ഒരു ചെറിയ നമുക്ക് സിലബസിൽ അത് പഠിക്കാനില്ല. സോ പക്ഷെ അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലൈൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം ലൊക്കേറ്റിംഗ് എ പോയിന്റ്, ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ആദ്യം നോക്കാം. അവിടെ നിന്ന് നമുക്ക് ലൈൻസിലോട്ട് കയറാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആദ്യം ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനത് എഴുതാം. ഓക്കെ, എ പോയിന്റ് capital A 30 mm above HP and 20 mm in front VP. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുവാണ്. ഇത് നമുക്ക് ബിടെക് ലെവലിൽ ഇതൊരു എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് വരില്ല, പക്ഷെ ഇത് പോളിക്കാർഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർക്ക് 2.5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണമെന്ന് അറിയണം. സോ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം എന്തായിരുന്നു? 4 ക്വാഡ്രന്റ് സിസ്റ്റം നമ്മൾ ആദ്യം നമ്മളെ വർക്കിംഗ് സൈഡിലായിട്ട് നമുക്ക് വരയ്ക്കാം. സോ എന്ത് ചെയ്യാം? ഒരു വേർട്ടിക്കൽ പ്ലെയിനും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും നമുക്ക് വരച്ചിടാം. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിൻ. എന്നിട്ട് നമുക്ക് XY ആക്സിസ് ആദ്യം വരയ്ക്കണം. സോ അതായത് ആദ്യം എന്താണ് XY ആക്സിസ് എന്ന് അറിയണം. സോ XY ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എന്താണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, എന്താണ് വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു. അത് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ എന്താ? ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫ്ലോർ ആണ്. വെർട്ടിക്കൽ പ്ലെയിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വോളാണ്. സോ നമ്മൾ ഒരു ഫ്ലോറിനെയും ഒരു വോളിനെയും ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗം, ഒരു ഫ്ലോറും ഒരു വോളും രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ലൈൻ ഫോം ചെയ്യും. ആ ലൈനെ പറയുന്നതാണ് XY ആക്സിസ് എന്നുള്ളത്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിട്ട് പറയാം? നമ്മുടെ ഈ കാണുന്ന വേർട്ടിക്കൽ പ്ലെയിൻ ഒരു വോളാണ്, ഈ കാണുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒരു ഫ്ലോർ ആണ്. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെയായിട്ട് എന്ത് വരും? ഒരു ലൈൻ ഫോം ചെയ്യും. ആ ലൈൻ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണില്ല, അത് ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ഉള്ളിലോട്ടായിരിക്കും. അതാണ് ഈ നമ്മളെന്താ XYZ ആക്സിസിൻ്റെ അകത്ത് താഴെയുള്ള അതർ ആക്സിസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് ഇത് ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ ഇത് X ആണ്, ഇത് വേർട്ടിക്കൽ എന്ന് വെച്ചാൽ ഇത് Z ആണ്. അപ്പോൾ Y ആക്സിസ് ആയിട്ടായിരിക്കും നമുക്കത് കാണുന്നത്. സോ അതായത് നമുക്ക് അതിനെ ആദ്യം വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു XY ആക്സിസ് വരയ്ക്കാം. സോ അതിനെ XY എന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞ കാര്യത്തിന് ആദ്യം 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെ 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാം? നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണ്. ഈ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നായിരിക്കും പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ഒറിജിനിൽ നിന്നായിരിക്കും, അല്ലേ? നമ്മൾ ഏത് ഗ്രാഫ് നമ്മൾ പണ്ട് പഠിക്കാറുണ്ട്, X,Y കോർഡിനേറ്റ്സ്, അല്ലേ? നമ്മൾ പണ്ട് പറയുന്നത് ഒരു പോയിന്റിനെ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ പറയും അതിനെന്താ, ഇപ്പം 2,3 അത് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ് X,Y ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കാറുണ്ടായിരുന്നു. ഈ സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇതൊക്കെ വരച്ചു തുടങ്ങിയത് വിത്ത് റെസ്പെക്ട് ഏതാ? വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ പോയിന്റ് ആണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. സോ എങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോവുകയാണ്. എ പോയിന്റ് ക്യാപിറ്റൽ A 30 mm എബോവ് HP-യുടെ മുകളിലായിട്ട്. സോ എന്ത് ചെയ്യാം? ഒറിജിനിൽ നിന്ന് 30 mm മുകളിലോട്ട് മെഷർ ചെയ്യാം. ഒറിജിനിൽ നിന്ന് 30 mm മുകളിലേക്ക് മെഷർ ചെയ്യാം. ഡിസ്റ്റൻസ് 30. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 20 mm ഇൻഫ്രണ്ട് VP എന്ന് പറയുന്നുണ്ട്. ഇൻഫ്രണ്ട് എന്ന് വെച്ചാൽ ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിനിൽ നിന്ന് റൈറ്റിലേക്ക് 20 നമുക്ക് മാർക്ക് ചെയ്യാം. 20 mm. സോ ഇനി നമ്മളിപ്പോൾ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു, അതിന് പേര് കൊടുക്കണം. പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതിനെല്ലാം നമുക്ക് നോർമൽ നെയിംസ് യൂസ് ചെയ്യാം. നോർമൽ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ABCD എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സോ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ A എന്നാണ് പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് HP-യിലുള്ള പോയിന്റിനെ A എന്ന് വിളിക്കാം.
പോയിന്റ് എ. എങ്കിൽ വി പിയിൽ ലൊക്കേറ്റ് ചെയ്ത പോയിന്റിനെ ഡാഷ് ചേർത്ത് വിളിക്കണം. സോ ദാറ്റ് ഈ ഒരു പോയിന്റിനെ എ ഡാഷ് എന്ന് നമുക്ക് പറയാം. എ ഡാഷ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം എ പോയിന്റ് ക്യാപിറ്റൽ എ 30 mm എബോവ് HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് വി പി എന്ന് പറയുന്നതിനെ നമ്മൾ 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് നമുക്ക് XY ആക്സിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അതിനാദ്യം നമുക്ക് XY ആക്സിസിൻ്റെ അതൊരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. റാൻഡം ആയിട്ട് എടുക്കുന്നതാണ് അല്ലേ? XY ആക്സിസിൻ്റെ അത് റാൻഡം ആയിട്ടൊരു പോയിന്റ് എടുത്തു. ഇതാണ് നമ്മളെ ഒറിജിൻ പോയിന്റ്. ഒറിജിൻ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒറിജിൻ പോയിന്റിൽ നിന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വി പി വേർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ള പോയിന്റ്സിന് ചേഞ്ച് ഉണ്ടാകില്ല. ഓക്കെ, വേർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ള പോയിന്റ്സിന് ചേഞ്ച് ഉണ്ടാവില്ല. സോ ദാറ്റ് നമ്മൾ എപ്പോഴും XY ആക്സിൽ വേർട്ടിക്കൽ പ്ലെയിനിന്റെ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാം. അതാണ് സേഫ്. സോ എന്ത് ചെയ്യാം? വേർട്ടിക്കൽ പ്ലെയിനിൽ എന്തുണ്ട്? എ ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്ന് 30 mm എബോ ആണ്. സോ അതിന് അതുപോലെ നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. എന്ത് ചെയ്യാം? ഒറിജിനിൽ നിന്ന് 30 mm എബവ് ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, അതിന് നമുക്ക് എന്തെന്ന് പേര് കൊടുക്കാം? ഇവിടെ ഓൾറെഡി എ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ഡാഷ് എന്ന് പേര് കൊടുത്തു. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 30. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു പോയിന്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താ? ടുവേർഡ്സ് റൈറ്റിലാണ്. സോ നമ്മൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ XY ആക്സിസിലായി പോകും ആ പോയിന്റ്. സോ അപ്പോൾ എന്ത് ചെയ്യണം? അതാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. സോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. സോ ശ്രദ്ധിക്കുക, വേർട്ടിക്കൽ പ്ലെയിനിന് ചേഞ്ച് ഇല്ല, അത് ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ആ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് ആദ്യം ഈ സെൻറ്റർ പോയിന്റ് ഒറിജിൻ പോയിന്റിനെ പിൻ ചെയ്യണം. ഈ ഒറിജിൻ പോയിന്റിനെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഹൊറിസോണ്ടൽ പ്ലെയിനിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യണം. സോ അങ്ങനെ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന എ എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? XY ആക്സിന്റെ താഴെ അല്ലെങ്കിൽ ഒറിജിന്റെ താഴേക്ക് ഷിഫ്റ്റ് ആവും. സോ അത് നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. എങ്ങനെ വരയ്ക്കാം? ഒറിജിനിൽ നിന്ന് താഴേക്ക് 20 ആണ് ഡിസ്റ്റൻസ്. സോ ദാറ്റ് എത്രയാ? 20. പോയിന്റ് എന്ന് പേര് കൊടുത്തു. ഇവിടെ എ ആണ് പേര്. സോ സ്മോൾ ലെറ്റർ എ. സോ നമ്മൾ എ ആൻഡ് എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിനെ XY ആക്സിസിന് വിത്ത് റെസ്പെക്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താ? എ പോയിന്റ് ക്യാപിറ്റൽ എ 30 mm എബവ് HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് VP. ഓക്കെ, അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ കിട്ടി? എബവ് എന്ന് പറഞ്ഞ പോയിന്റ് XYയുടെ മുകളിൽ തന്നെ കിട്ടി. പക്ഷേ ബിലോ അല്ല പറഞ്ഞത്, ഇൻ ഫ്രണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ താഴെ വന്നു. സോ അത് ബിലോ എന്ന് പറയരുത്, ഇൻ ഫ്രണ്ട് ആണ്. ഇനി ഇതിൻ്റെ അകത്ത് HP VP കൂടെ ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. എന്താ നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഇവിടെ VP എന്ന് പറയുന്ന പ്ലെയിനിൽ, വേർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ള പോയിന്റ്സിനെ എ ഡാഷ് നമ്മൾ പറഞ്ഞു, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉള്ളതിന് എ എന്ന് പറഞ്ഞു. അതിനർത്ഥം നെയിം ഉള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നോർമൽ നെയിം ഉള്ള പോയിന്റ് എ എന്ന് പറയുന്ന നെയിം ഉള്ള പോയിന്റ് ഏത് പ്ലെയിനിലാണ്? HP-യിലാണ്. സോ ദാറ്റ് ഇവിടെ നെയിം എ എന്ന് പറയുന്ന നെയിം ഉള്ള നോർമൽ നെയിം ഉള്ള പോയിന്റ് ഏതായിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. സോ ദാറ്റ് ഇത് നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് എഴുതാം. നോർമൽ നെയിം വന്നാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഡാഷ് ഉള്ള പോയിന്റ് വന്നു കഴിഞ്ഞാലോ? സോ ഡാഷ് ഉള്ള പോയിന്റ്സ് വരുന്ന ഭാഗത്തിന് നമുക്ക് എന്തെന്ന് പറയാം? വേർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയാം. സോ ഡാഷ് ഉള്ള പോയിന്റ്സ് ഉള്ള ഭാഗത്തിന് നമുക്ക് VP എന്ന് പറയാം. ഡാഷ് ഇല്ലാത്ത പോയിന്റ്സ് ഉള്ളതിന് HP എന്ന് പറയാം. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വേർട്ടിക്കൽ പ്ലെയിനെ ഞാനിവിടെ ലൊക്കേറ്റ് ചെയ്തു. സോ ഈ ഒരു സിസ്റ്റത്തിൽ, 4 ക്വാഡ്രന്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് വരച്ചു? അത് നമ്മൾ XY ആക്സിസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ നമുക്ക് ഇതാ, ഞാനിവിടെ ക്യാപിറ്റൽ എ ഞാനിവിടെ വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. വട്ടമിട്ട എ. ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ലൊക്കേറ്റ് ചെയ്തില്ല. സോ അതെവിടെയാണ്? സോ അതെന്ന് പറയുന്നത്
ഈ കാണുന്ന സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എ എന്ന് പറയുന്ന പോയിന്റും എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റും രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ. അതെങ്ങനെ കിട്ടും? എ ഡാഷിൽ നിന്നൊരു ഹൊറിസോണ്ടലി നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എയിൽ നിന്ന് വേർട്ടിക്കലി വരയ്ക്കാം. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ പോയിന്റ് ആണ് ക്യാപിറ്റൽ എ. എന്ന് വെച്ചാൽ നമ്മളൊരു റൂമിൻ്റെ അകത്ത്, ഒരു സ്പേസിൽ, നമ്മളൊരു റൂം, ഒരു 3D സ്പേസ്, നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് റൂം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഫ്ലോർ ഉണ്ട്, ഒരു റൂഫ് ഉണ്ട്, 4 ചുറ്റിനും മതിലുകളുണ്ട്. ഈ ഒരു ക്ലോസ്ഡ് റൂമിൻ്റെ അകത്ത് ഒരു ബോളിനെ ഹാങ് ചെയ്ത് നിർത്തുവാണ്. അങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയിട്ടുള്ള സാധനമാണ് ഈ ഇട്ട എ എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെയെങ്കിൽ ഈ ഒരു ബോളിനെ നമ്മൾ പറഞ്ഞു, ഒരു റൂമിൻ്റെ അകത്ത് ഒരു ബോളിനെ ഹാങ് ചെയ്യാൻ പറഞ്ഞു. ഈ ഹാങ് ചെയ്ത പോയിന്റിനെ ടോപ്പിൽ നിന്ന് ഞാൻ ടോർച്ച് അടിക്കുവാണ്. സോ ടോർച്ച് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ നിഴലിൽ നമ്മളെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ വന്ന് വീഴും. അതാണ് നമ്മളെ ടോപ്പ് വ്യൂ. സോ അതിനെയാണ് നമ്മളിതാ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിൽ കാണിച്ചത്. ടോപ്പിൽ നിന്ന് ടോർച്ച് അടിച്ചു, സോ ദാറ്റ് അതിൻ്റെ നിഴലിൽ നമുക്ക് HP കിട്ടി. അതിനെയാണ് എ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. അതുപോലെ ഈ സെയിം പോയിന്റിനെ ഫ്രണ്ടിൽ നിന്ന് ടോർച്ച് അടിച്ചപ്പോൾ ഇതിന്റെ നിഴലിൽ അതിന്റെ ബാക്കിലുള്ള വാളിൽ വന്ന് വീണിട്ടുണ്ട് അല്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ എ ഡാഷ് എന്ന് പേര് കൊടുത്തത്. അതിനർത്ഥം അത് ഫ്രണ്ട് വ്യൂ എന്നാണ്. സോ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇത് എങ്ങനെയാണ് ഒരു പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഹൗ ടു ലൊക്കേറ്റ് എ പോയിന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കാരണം നമുക്കിത് സിലബസിൽ ഇല്ലെങ്കിലും നമുക്കിത് അറിഞ്ഞാൽ മാത്രമേ ലൈൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് 4 ക്വാഡ്രന്റിലെയും ക്വസ്റ്റ്യൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി.